നമ്മുടെ രാജ്യത്ത് രണ്ടും നടക്കുകയാണ്. കേരളത്തിന് പുറത്ത് നടക്കാൻ പാടില്ലാത്ത പലതും നടക്കുന്നതായി നാം കാണുന്നു. കേരളത്തിൽ ക്രിസ്മസിന്റെ ഘട്ടത്തിൽ യഥാർത്ഥ രീതിയിൽ കേക്കുമായി നല്ല സൗഹൃദം പങ്കിടാൻ ആളുകൾ ചെല്ലുന്നു. അവിടെ ആക്രമണം നടത്തുന്നവരും അവരുടെ അതേ ഗണത്തിൽപ്പെട്ടവർ ഇവിടെ കേക്ക് കൊണ്ട് ചെല്ലുന്നതും എന്താണ് രണ്ട് സമീപനം സ്വീകരിക്കാൻ കാരണമാകുന്നത്? കേരളത്തിലെ സമൂഹത്തിന്റെ മതനിരപേക്ഷതാ ബോധം, കേരളത്തിലെ സമൂഹത്തിനുള്ള മതനിരപേക്ഷതാ കരുത്ത് ഇവിടെ മറ്റു രീതിയിൽ നടപടികൾ സ്വീകരിച്ചാൽ സമൂഹം അത് അംഗീകരിക്കില്ല എന്ന് അവർക്കറിയാം. മാത്രമല്ല, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കഠിനമായ ആക്രമണങ്ങൾ ഉണ്ടായാലും സർക്കാർ ഏജൻസികൾ മൗനം പാലിക്കുകയാണ്. ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവിടെയാണ് കേരളം നിർത്തു നിൽക്കുന്നത്. വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിലോ, അത്തരം പ്രശ്നമാണെങ്കിൽ കർക്കശമായ നടപടിയായിരിക്കും, ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വർഗീയ സംഘർഷങ്ങളില്ലാത്തത്. അതുകൊണ്ടാണ് മറ്റു പലയിടത്തും ഇല്ലാത്ത സമാധാനം, ശാന്തി ഈ കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇത് നാം കാണേണ്ടതുണ്ട്. ഇതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. വർഗീയതയെ ആരെല്ലാം സഹായിക്കുന്നോ അവരെല്ലാം അറിഞ്ഞും അറിയാതെയും ഈ നിലയെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾക്ക് കൂട്ടുചേരുകയാണ്. അപ്പോ ആ ജാഗ്രതാബോധം നമുക്കുണ്ടാകും. എല്ലാറ്റിനും നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ തനിമ നിലനിർത്തി പോകാനാവണം. എങ്കിലേ ഓരോ രംഗത്തും നേടിയത് നിലനിർത്താനും കൂടുതൽ നല്ല നിലയിലേക്ക് ഉയർന്നു പോകാനും കഴിയുകയുള്ളൂ. ആ ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അവിടെ താൽക്കാലിക ലാഭം നോക്കരുത്. നാടിന്റെ ഭാവിയായിരിക്കണം ലക്ഷ്യമിടുന്നത്. നാടിന്റെ ഭാവിക്കും വരും തലമുറക്കും അപകടമുണ്ടാക്കുന്ന ഒരു നീക്കവും ആരുടെയും ഭാഗത്തു നിന്നുണ്ടാകരുത്. അതോടൊപ്പം തന്നെ അത്തരം നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തിരിച്ചറിയാൻ നമുക്കെല്ലാം കഴിയുകയും വേണം.